Hi, it's me Kalakama Mahal. Welcome to the new episode of നൂറ് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി. എപ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്നതെന്ന്? നമ്മളിങ്ങനെ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേ ബൈ ഡേ നമ്മൾ തയ്യാറാകും അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പക്ഷെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ലൈഫിനകത്ത് ചേഞ്ച് ഉണ്ടാവേണ്ട ഒരുപാട് മേഖലകളുണ്ട്, പക്ഷേ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലില്ല. പക്ഷെ എന്തിനായിരിക്കും ചേഞ്ച് ഉണ്ടാകുന്നത്? സിമ്പിൾ. നമുക്ക് ചേഞ്ച് ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ റിയാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. നമ്മൾ എപ്പോഴാണോ ചില റിയാലിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആ സമയത്തായിരിക്കും നമ്മുടെ ലൈഫിനകത്തൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. എന്താ റിയാലിറ്റി? എൻ്റെ റിയാലിറ്റി ഇതാണ്. കാര്യം എൻ്റെ പാഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എല്ലാം എനിക്കെതിരെയാണ്. ഞാൻ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് റിലീസ് ചെയ്തിരുന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ആ ഒരു ലൈഫിനകത്ത് ആ ചേഞ്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പാഷനിലോട്ട് എനിക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ അകത്ത് കിടക്കുന്ന കുറവുള്ള ഏരിയ ഏതാണെന്നും എന്നിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്നെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വളരെ കാര്യമായിട്ട് ബോധമുണ്ടായിരിക്കണം എനിക്ക്. അപ്പോൾ ഞാൻ ചില റിയാലിറ്റീസാണ് അക്സെപ്റ്റ് ചെയ്യണം. എന്താണ് റിയാലിറ്റി? എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇനി എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും തന്നെ ആണെങ്കിലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് പോലെ അവരെന്നെ മനസ്സിലാക്കണമെന്നില്ല. ഇനി ചില വ്യക്തികളുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ അതല്ല ശരിക്കുള്ള റിയാലിറ്റി. അവർക്ക് അവരുടേതായിട്ടുള്ള വേൾഡ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി ഉണ്ട്. സോ അതിനിടയിൽ ഞാൻ കയറി ചെന്ന് വേറെ ഒരു രീതിയിലും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മാത്രം ഇങ്ങനെ ഇപ്പം വരും എനിക്ക് വേണ്ടി അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യും, എനിക്ക് വേണ്ടി അവർ അവരുടെ ടൈമിനെ സ്പെൻഡ് ചെയ്യും, എനിക്ക് വേണ്ടി അവർ വേണ്ടുന്നതെല്ലാം സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് എൻ്റെ മണ്ടത്തരമാണ്. സോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ചില റിയാലിറ്റീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ലൈഫിനകത്ത് എവിടെയൊക്കെയാണ് ബ്ലോക്കിംഗ് കിടക്കുന്നത്, ആ റിയാലിറ്റിയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. സോ ഞാൻ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. റിയാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഒരിക്കലും ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകത്തില്ല. സോ അങ്ങനെ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര രസമായിരിക്കും. കാര്യം റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലൈഫിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇച്ചിരി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യത്തെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, ഇപ്പം ലൈഫിനകത്ത് എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, പക്ഷെ ചില റിയാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് നമ്മളെ നിർത്തേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും. താങ്ക് യു.